എല്ലാവർക്കും നമസ്കാരം. ദീപാവലിക്ക് ഒരുപാട് സ്വീറ്റ്സും സ്നാക്സും ഒക്കെ ഉണ്ടാക്കും. അപ്പോൾ തമിഴ്നാട്ടിലെ വീടുകളിൽ ഉണ്ടാക്കുന്ന ഒരു സ്നാക്കാണ് തട്ടൈ മുറുക്ക് എന്ന് പറയും. നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു മുറുക്കാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ചൂടുവെള്ളത്തിലിട്ടിട്ട് ഒരു 15 മിനിറ്റ് നേരം നമുക്ക് വയ്ക്കാം. 1 ടീസ്പൂൺ ഉഴുന്നും പരിപ്പ് നന്നായിട്ട് വറുത്തെടുക്കണം. അപ്പോൾ കളറൊന്നും മാറാൻ പാടില്ല, നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും ഉഴുന്നും പരിപ്പിൻ്റെ സൈസൊക്കെ ഒന്ന് ചെറുതാവും. ഇത് നന്നായിട്ട് പൊടിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ 1 ടീസ്പൂൺ പൊട്ടുകടല, രണ്ടും കൂടി നന്നായിട്ട് പൊടിച്ചെടുക്കാം. നല്ല നൈസ് പൗഡറാക്കിയിട്ട് എടുക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് അരിപ്പൊടി, നല്ല വറുത്ത പച്ചരിപ്പൊടി, നമ്മൾ പൊടിച്ചെടുത്ത ഉഴുന്നും പരിപ്പ് പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തത്, കുതിർത്ത് വെച്ച കടലപ്പരിപ്പ്, 1 ടീസ്പൂൺ വെളുത്ത എള്ള്, കറുത്ത എള്ളുണ്ടെങ്കിൽ അതും ചേർക്കാം, ആവശ്യത്തിന് ഉപ്പ്, 3 ടീസ്പൂൺ നെയ്യില്ലെങ്കിൽ ബട്ടർ ആയാലും മതി. ഇനി ഇതെല്ലാം കൂടി നമ്മൾ കൈ വെച്ച് തന്നെ നന്നായിട്ട് മിക്സാക്കി എടുക്കണം. അപ്പോൾ നമ്മളിങ്ങനെ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ തിരുമ്മി എടുക്കണം. നെയ്യും അതുപോലെ തന്നെ ഈ മസാലകളും എല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ആവണം. നന്നായിട്ട് തിരുമ്മി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നേരം നമ്മളിങ്ങനെ പിടിച്ച് നോക്കുമ്പോൾ അങ്ങനെ പിടിക്കാനായിട്ട് പറ്റും. ഇപ്പോൾ കണ്ടോ, നന്നായിട്ട് തിരുമ്മി എടുത്ത് എല്ലാം നന്നായിട്ട് മിക്സായി. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാം. എന്നാൽ വെള്ളം ഒരുപാട് കൂടാനും പാടില്ല കേട്ടോ. അരിപ്പൊടി ആയതുകൊണ്ട് തന്നെ വേഗം നമുക്ക് മിക്സായി കിട്ടും. വെള്ളം അതേ പെട്ടെന്ന് കൂടിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ചിട്ട് വെള്ളം ഒഴിക്കണം. അപ്പോൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ ഉണ്ടാവണം. കൈമയൊന്നും ഇങ്ങനെ ഒട്ടിപ്പിടിക്കാൻ പാടില്ല മാവ്. ഇനി ഇതിൽ നിന്ന് ഇങ്ങനെ ചെറിയ ഉരുളകളാക്കിയിട്ട് നമുക്ക് മാറ്റാം. ഇപ്പോൾ അങ്ങനെ എല്ലാതും ചെറിയ ഉരുളകളാക്കി മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഇതേപോലത്തെ ഒരു ഷീറ്റ് എടുക്കുക. എന്നിട്ട് അതിന്മേൽ കുറച്ച് എണ്ണ തടവുക. ഒന്നുമില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ഉരുള വെച്ചിട്ട് കൈകൊണ്ട് തന്നെ ഇങ്ങനെ നല്ല റൗണ്ടായിട്ട് പരത്തിയെടുക്കാം. അതല്ലെങ്കിൽ ഇത് അതേപോലെ ഒരു സ്റ്റീലിൻ്റെ ഡവർ എടുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് പ്രസ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ കറക്റ്റ് നല്ല റൗണ്ട് ഷേപ്പിൽ കിട്ടും. നല്ല കനം കുറച്ചിട്ട് പരത്തിയെടുക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല റൗണ്ട് ഷേപ്പിൽ കിട്ടും. അതുപോലെ തന്നെ നല്ല കനം കുറച്ചും കിട്ടും. ഇനി ഇതേപോലെ എല്ലാം ഉണ്ടാക്കിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇപ്പോൾ എല്ലാം ഇങ്ങനെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിനൊരു ഫോർക്ക് വെച്ചിട്ട് ഓട്ട അങ്ങനെ കുത്തി കൊടുക്കണം. അതല്ലെങ്കിൽ നമ്മൾ എണ്ണയിൽ ഇട്ട ഉടനെ തന്നെ പൂരിക്കൊക്കെ പൊന്തി വരണ മാതിരി പൊന്തി വരും. അങ്ങനെ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ എല്ലാത്തിലും ഓട്ട കുത്തി കൊടുക്കാം. അപ്പോഴാണ് നല്ല ക്രിസ്പി ആയിട്ട് വരുള്ളൂ. ഇതേപോലെ എല്ലാം ആക്കിയെടുത്തതിന് ശേഷം നമുക്ക് വറുത്തെടുക്കണം. ഡീപ് ഫ്രൈ ചെയ്താണ് എടുക്കുക. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്ക് ഒന്നൊന്നായിട്ട് ഇട്ട് കൊടുക്കാം. എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം തീ മീഡിയത്തിലേക്ക് മാറ്റുക. പിന്നെ എല്ലാം അതിങ്ങനെ മേലേക്ക് പൊന്തി വരും. അതിന് ശേഷം ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആയതിന് ശേഷം നമുക്ക് മറിച്ചിടാം. ഇപ്പോൾ കണ്ട എല്ലാം അതും മേലേക്ക്, എണ്ണയുടെ മേലേക്ക് ഇങ്ങനെ പൊന്തി വന്നു. ഇനി ഇതിൻ്റെ കളറൊന്നും മാറിയാൽ മതി, നമുക്ക് മറിച്ചിടാം. ഒരു സൈഡ് ഒന്ന് മൊരിഞ്ഞതിന് ശേഷം നമുക്ക് മറിച്ചിടാം. ഇപ്പോൾ ഇതെങ്ങനെയാണ് മൊരിഞ്ഞതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ തിള നിൽക്കും, ഈ ബബിൾസ് ഇങ്ങനെ വരണതൊക്കെ നിൽക്കും. അപ്പോൾ നല്ല മൊരിഞ്ഞു എന്നർത്ഥം. അപ്പോൾ നമുക്കിത് എടുക്കാം. ഇപ്പോൾ കണ്ട തള വരണില്ല, ഒക്കെ നിന്നു. നമുക്ക് എടുക്കാം. ഇതേപോലെ നമുക്ക് എല്ലാം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത് ഇനി നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം നമുക്കിതൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് ഇട്ട് വെച്ചാൽ ഏകദേശം 1 മാസമൊക്കെ കേടുകൂടാണ്ടിരിക്കും. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഉണ്ടാവും. പക്ഷേ ഇതിങ്ങനെ 1 മാസമൊന്നും ഇരിക്കില്ല, പെട്ടെന്ന് തന്നെ നമ്മൾ തിന്ന് തീർക്കും. നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങളും ഉണ്ടാക്കി നോക്കൂ. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്ത വീഡിയോയിൽ കാണാം.